ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ യാത്രയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡിസയർ എന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് എൻ്റെ ഒരു നാലാമത്തെ രാജ്യത്തേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ബേസിക്കലി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു IT സർവീസസ് പ്രൊഫഷണലാണ്. അതുകൂടാതെ എൻ്റെ വൈഫ് ഒരു ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയത്. ബേസിക്കലി എൻ്റെ ഫാമിലിയോടും കാര്യങ്ങളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കുഴിമടിയനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് എന്നെയൊക്കെ മാറ്റിയെടുത്തത് എൻ്റെ വൈഫ് അന്നയാണ്. അപ്പോൾ ഇത് എൻ്റെ നാലാമത്തെ രാജ്യത്തേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്കാണ്. അപ്പോൾ കസാക്കിസ്ഥാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ രാജ്യത്തേക്ക് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസയാണ്. അപ്പോൾ ഓൺ അറൈവൽ വിസ എന്നല്ല പറയുന്നത്, ഫ്രീ വിസയാണ്. അപ്പോൾ ഓൺ അറൈവൽ വിസയ്ക്ക് നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ചില രാജ്യങ്ങൾ ഓൺ അറൈവൽ വിസ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിസ എടുത്താൽ മതി. അതിനൊരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള രാജ്യം നമുക്ക് ഓഫർ ചെയ്യുന്നത് ഫ്രീ വിസയാണ്. അതുകൊണ്ട് നമുക്ക് വിസ എടുക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് ആ രാജ്യത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഒരു 14 ദിവസം വരെ ഇവിടെ ഫ്രീ വിസയിൽ ട്രാവൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിസ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും ചൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡൽഹി ടു കസാക്കിസ്ഥാനാണ് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് ഉള്ളത്. പക്ഷേ അതിന് കുറേ ലേ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഷാർജ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഷാർജ എയർപോർട്ടിലാണ്. അപ്പോൾ ഷാർജയിൽ ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതലായിരുന്നു. പിന്നെ ഷാർജയിൽ ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിലെയും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ വളർന്നതും കാര്യങ്ങളൊക്കെ സൗദിയിലായിരുന്നതുകൊണ്ട് എനിക്ക് ആ അറബിക് ഫുഡൊക്കെ കുറച്ചും കൂടെ അറിയാം. എന്നാൽ വൈഫ് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന സാധനത്തിൻ്റെ പേര് സാത്തർ എന്നാണ്. അപ്പോൾ സാത്തർ നോർമലി ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള സാത്തർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുബൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പച്ച കളർ പൊടിയിട്ടിട്ടുള്ള സാത്തറായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ക്രോസൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ സാത്തർ പൊടിയുമായിട്ട് വരുന്നത്. അപ്പോൾ ദുബായ് അല്ല, ഷാർജയിൽ AEDയിലെ പൈസ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെറിയ പൈസയാണെങ്കിൽ കൂടെ വലിയ പൈസയാണെന്ന് തോന്നും. ഒരു AED ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 23 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ബഡ്ജറ്റ് ആയിട്ട് കഴിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൂടാതെ ഞങ്ങൾ സാത്തറിൻ്റെ കൂടെ മേടിച്ചത് ഒരു നോർമൽ ബർഗറാണ്. അപ്പോൾ ഇവിടെ ഷാർജയിലെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം ക്യാൻറ്റീനുകളിലും ഒരു ക്യാൻറ്റീനിൽ പോലും ഒരു മലയാളി ഇല്ലാത്ത ക്യാൻറ്റീൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഷയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും പോയിട്ട് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് FI എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡുണ്ട്. അപ്പോൾ ആ കാർഡാണ് ഉപയോഗിക്കുന്നത്. ആ കാർഡിൽ 0.4x ഫീ ആണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആ കാർഡ് വഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4x ചാർജുകളിൽ നിന്ന് ഒഴിവാവാം. പക്ഷേ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ചാർജ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ FI കാർഡ് പോലെ തന്നെ പലതരത്തിലുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തിൽ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് നിയോ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ആ കാർഡ് നിർത്തലാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് FI കാർഡ്. ഈ FI കാർഡ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫും സെക്യൂറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ FI കാർഡിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർക്ക് മാത്രമേ ഈ കാർഡ് കിട്ടുള്ളൂ. പ്രൊഫഷണൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ കാർഡ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതേസമയം നിയോ കാർഡായിരുന്നപ്പോൾ എല്ലാവർക്കും അതെടുക്കാം എന്നുള്ളതായിരുന്നു. ഇതൊരു ഡെബിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കയ്യിലില്ലാത്ത പൈസയല്ല നമ്മൾ ചിലവാക്കുന്നത്. എത്രത്തോളം പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് ആ പൈസയിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സേഫായിട്ടിരിക്കാം. അല്ലെങ്കിൽ ട്രാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വലിയൊരു ബില്ല് വരും. അങ്ങനെ ഷാർജ എയർപോർട്ടിൽ ഒരു 2 മണിക്കൂറത്തെ ലേ ഓവറിന് ശേഷം ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് പറന്നു. അങ്ങനെ എപ്പോഴും വൈഫാണ് സൈഡ് സീറ്റ് എടുക്കുക. സൈഡ് സീറ്റ് കാഴ്ചകൾ കാണാനും കാര്യങ്ങളും ആണെങ്കിൽ കൂടെ അവൾ നല്ല ഉറക്കമായിരിക്കും.
അപ്പോൾ പല റീൽസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൈഡ് സീറ്റ് വൈഫുമാർ എടുക്കും എന്നുള്ളത്. അത് സത്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് പറന്ന് ആകാശത്ത് മേഘങ്ങളുടെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-4.5 മണിക്കൂറാണ് കസാക്കിസ്ഥാനിലേക്ക് ഷാർജയിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് ഷാർജ എത്താനായിട്ട് ഒരു 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഈ യാത്ര ഒരു 10 മണിക്കൂറിനടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ സിറ്റി ആയിട്ടുള്ള കസാക്കിസ്ഥാനിലെ അൽമാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കാണ് പോകുന്നത്. അസ്താന എന്നാണ് കസാക്കിസ്ഥാൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര്. എന്നാൽ നമ്മൾ ചൂസ് ചെയ്തത് അൽമാട്ടിയാണ്. അൽമാട്ടിയാണ് കുറച്ചുകൂടെ ടൂറിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അൽമാട്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് പറക്കണേന്ന് തോന്നും. താഴെ മൊത്തം മലകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അൽമാട്ടി വരുമ്പോൾ മഞ്ഞ് ഉണ്ടാവുമെന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുണ്ടെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മഞ്ഞൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞു വന്നത്. കാരണം ഇനി മഞ്ഞ് കാണാൻ വന്നിട്ട് മഞ്ഞ് കണ്ടില്ലെങ്കിൽ അതൊരു വിഷമമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അൽമാട്ടിയിൽ ഇറങ്ങി. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ 2 വശത്തും ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നത്. മുൻപ് പോയ രാജ്യങ്ങളൊക്കെ സെൻട്രൽ ഏഷ്യൻ അല്ല, ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞും കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ നമ്മളുടെ എയർപോർട്ടിൽ എമിഗ്രേഷന് മുന്നേ തന്നെ കുറേ മഞ്ഞൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ എളുപ്പം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ചില എമിഗ്രേഷൻ ഓഫീസേഴ്സ് നമ്മളുടെ പാസ്പോർട്ടൊക്കെ എടുത്ത് പരിശോധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അവർ വിസ തരില്ല എന്ന്. അപ്പോൾ അതുപോലെയാണ് അവർ ഇങ്ങനെ ലെൻസൊക്കെ വെച്ച് ശരിക്കും ഒറിജിനൽ പാസ്പോർട്ടാണോ എന്ന് നോക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ കാണും. ഇതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനൊന്നും അറിയില്ലായിരുന്നു ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഫ്രീ വിസ രാജ്യമാണെന്ന്. അപ്പോൾ അവർ വിസയും കാര്യങ്ങളൊക്കെ ചോദിച്ചു എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ വിസ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ടായില്ല. അതേസമയം കൊച്ചിയിലെ എമിഗ്രേഷൻ ഓഫീസേഴ്സ് അത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ആണ് കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ ഒരു കസാക്കിസ്ഥാൻ അല്ലെങ്കിൽ അൽമാട്ടിയിൽ ആൾക്കാർ പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫിനൊന്നും ഇത്തരത്തിൽ അറിയില്ലായിരുന്നു. അവർ വിസയും കാര്യങ്ങളും ഇല്ലാതെ പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിർത്തിയായിരുന്നു. പക്ഷെ നമ്മൾ കുറേ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ വാദിച്ച് നിന്നു. അങ്ങനെ യാതൊരു വക ടൂറിസ്റ്റുകളും ചെയ്യാത്ത പോലെ തന്നെ ഞങ്ങൾ അൽമാട്ടി എയർപോർട്ടിൽ നിന്ന് നടന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ടാക്സിയും കാര്യങ്ങളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റായിട്ടാണ് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അൽമാട്ടി എയർപോർട്ടിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ടൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാം എന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിരിക്കും എയർപോർട്ടുകളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സി എടുക്കാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടുത്തെ ബസ്സുകൾ ചൂസ് ചെയ്യാം, എന്നിട്ട് ബസ്സിലും പോവാം. അതും ഏകദേശം ഈ 2 പേരൊക്കെ ആകുമ്പോൾ ഒരു ടാക്സി ചാർജ് തന്നെ വരും. അപ്പോൾ ടാക്സി എടുക്കുകയാണ് നല്ലത്. ഞങ്ങൾ വന്നപ്പോൾ നല്ല വിശന്ന് ആണ് വന്നത്. കാരണം 10 മണിക്കൂർ ട്രാവലിന് ശേഷം വിശന്ന് വന്നതുകൊണ്ട് തന്നെ അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. പൈസയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എവിടുന്നെങ്കിലും കഴിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ നല്ല കബാബും അവിടുത്തെ എന്തോ നൂഡിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്രയും വിശന്നിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു $100 കറൻസി മാറ്റിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൂടാതെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സിം കാർഡ് എടുത്തു. സാധാരണ എല്ലാ രാജ്യത്തും മുമ്പ് 2 സിം കാർഡ് എടുക്കുന്നതാണ്. പക്ഷേ ഈ രാജ്യത്ത് നമുക്ക്
7 ദിവസത്തെയും 8 ദിവസത്തെയൊന്നും പ്ലാനില്ല. അതുകൂടാണ്ട് ഒരു മാസത്തെ പ്ലാൻ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. കാരണം കൂടുതൽ ഈ ടൂറിസ്റ്റ് വന്നു തുടങ്ങാത്തൊരു രാജ്യമായതുകൊണ്ട് തന്നെ അവർക്ക് ഈ 7 ഡേയ്സ് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസത്തെ പ്ലാനാണ് എടുത്തത്. ഏകദേശം 800-900 രൂപ അടുത്ത് ഒരു സിമ്മിന് ആയി. അതുകൊണ്ട് ഞങ്ങൾ ഒരു സിമ്മ് മതി എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ട റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം നമ്മൾ ഇവിടുത്തെ 2 ടാക്സി ആപ്പുകളാണുള്ളത്. ഒന്ന് യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞിട്ടും അടുത്തത് ഇൻഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുമാണ്. അപ്പോൾ യാൻഡെക്സ് ഗോ എന്ന് പറയുന്നത് ഒരു റഷ്യൻ ആപ്പാണ്. അപ്പോൾ ഗൂഗിൾ മാപ്സ് പോലെ ഇവർക്ക് പലതരം മാപ്പുകളുണ്ട്. അതേസമയം ടാക്സികളുണ്ട്, മെട്രോ ട്രെയിൻസിൻ്റെ ട്രാക്കിംഗ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സ്ഥാപനമാണ് യാൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിലൊന്നും അധികം കേട്ടിട്ടില്ലെങ്കിലും ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം യാൻഡെക്സ് മാപ്പുകളും യാൻഡെക്സ് ഗോ ആപ്പുകളുമാണ്. അതായത് ടാക്സി ബുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ആ യാൻഡെക്സ് ഗോ ആപ്പിൽ നമ്മൾ ടാക്സിയും ബുക്ക് ചെയ്ത് നമ്മളുടെ ഹോട്ടലിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഹോട്ടലിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ ഇറങ്ങി നടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലും തപ്പി നടക്കുകയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടൽ ഒക്കെ നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഹോട്ടലിലെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ഇച്ചിരി എളുപ്പമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കസാക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. കസാക്ക് ഭാഷ കൂടാതെ അവർക്കറിയാവുന്ന ഒരു ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യൻ ഭാഷയാണ്. അപ്പോൾ ഈ കസാക്കിസ്ഥാൻ പണ്ട് റഷ്യയുടെ ഒരു ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ കാലത്ത് ഇവരൊക്കെ ഒരേ രാജ്യക്കാരായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്കവർക്കും റഷ്യൻ ഭാഷ അറിയാം. അതുകൂടാതെ തന്നെ റഷ്യൻ ഭാഷയോട് ഇച്ചിരി സാമ്യമുള്ള ഒരു ഭാഷയാണ് ഈ കസാക്ക് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ റിസപ്ഷനിസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടെ നമ്മളുടെ ടാക്സിയിൽ വന്ന ചേട്ടനൊന്നും ഇവിടെ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. ട്രാൻസ്ലേറ്റിൻ്റെ ആവശ്യം വരിക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഈ യാൻഡെക്സ് ഗോയിൽ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്തേക്കണത് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് അവർ കൊണ്ടുവിടും. അതേസമയം നമ്മളുടെ പൈസയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ഏകദേശം ഒരു 3 ദിവസം ആണ് ഫുൾ ഡേ ഉള്ളത്. അതുകൂടാതെ നമ്മൾ വന്നിറങ്ങിയ ദിവസം 4-ാം ദിവസം. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സമയമൊന്നും കളയാതെ തന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഏകദേശം -2 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വായൊന്ന് തുറന്നു കഴിഞ്ഞാൽ വായിൽ നിന്നൊക്കെ പുകയും കാര്യങ്ങളൊക്കെ പോകും. അത് ചൂടുകാറ്റായതുകൊണ്ട് ഇതിങ്ങനെ പുകഞ്ഞു പോകുന്നതാണ്. അങ്ങനെ വൈഫ് ഉള്ള എല്ലാ ഡ്രസ്സും മേത്ത് വലിച്ച് കയറ്റി ഒരു 4 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുറത്ത് നടക്കുന്നത്. അതേസമയം ഞാൻ കുറച്ച് വീമ്പൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റ കോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ കൈയൊക്കെ നല്ല മരവിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഈ കസാക്കിസ്ഥാനിലെ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടുത്തെ 1 രൂപ ഇവിടുത്തെ ഒരു 5.5 രൂപ അടുത്ത് വരും. അപ്പോൾ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5.5 ടെങ്കി കിട്ടും ഇവിടുത്തെ. അത് വിചാരിച്ച് നമ്മളുടെ രാജ്യത്തിനേക്കാളും കുറേ പിന്നിലാണെന്നല്ല ഇവർ. പക്ഷേ അതിനനുസരിച്ച് ഇവിടുത്തെ പ്രൊഡക്ട്സിൽ പ്രൈസ് കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഏകദേശം ഒരു മീലിന് നമ്മൾ ഒരു 600-700 രൂപ അടുത്ത് ഒരാൾക്ക് ചിലവാക്കേണ്ടി വരും. എന്നാൽ 2 പേര് വരികയാണെങ്കിൽ 2 പേർക്കും കൂടെ ആ ഒരു മീല് തന്നെ ഷെയർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ് തന്നെ സ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ഇന്ത്യയിൽ മഞ്ഞും കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഈ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെയുള്ള അടുത്ത് തന്നെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിൽ മഞ്ഞൊക്കെ വാരി കുറച്ച് എറിഞ്ഞൊക്കെ കളിച്ച് സ്നോമാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നടക്കും. അപ്പോൾ നമ്മൾ അറിയില്ല
നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6-7 കിലോമീറ്റർ അല്ലെങ്കിൽ 8-9 കിലോമീറ്ററൊക്കെയാണ് ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ പുതിയ പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കായതുകൊണ്ട് തന്നെ ആ ഒരു നടത്തം അത്രയും നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ കസാക്കിസ്ഥാനെ പറ്റി പ്രത്യേകതകൾ പറയാനായിട്ടാണെങ്കിൽ ലോകത്തിലെ തന്നെ 9ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് കസാക്കിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയൊക്കെ നമുക്കറിയാം ഒരു 3-4 സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇത് 9ാം സ്ഥാനത്താണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു രാജ്യമാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു 70% കസാക്കുകാരും ഒരു 15% റഷ്യക്കാരും പിന്നെ അതിൻ്റെ തൊട്ട് രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാൻ, യുക്രൈൻ, ജർമ്മൻ ആ ആൾക്കാരൊക്കെ കൂടി ഒരു താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇവിടുത്തെ മതം, വിശ്വാസം കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% ഇസ്ലാമിക് വിശ്വാസികളാണ് ഇവിടെ. അതുകൂടാതെ 17% ക്രിസ്ത്യാനിറ്റിയും ഉണ്ട്. പിന്നെ പലതരം മതങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരും ചേർന്ന് വാഴുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതലും ഒരു ഇസ്ലാമിക് രാജ്യമാണ്. പക്ഷേ ഇത് യൂറോപ്പിൻ്റെയും റഷ്യയുടെയും തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ട്രഡീഷണൽ മുസ്ലിം വെയർസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഈ ഇംഗ്ലീഷുകാർ നടക്കുന്ന പോലെ കോട്ടും ഇതൊക്കെ ഇട്ടാണ് നടക്കുന്നത്. കസാക്കിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയയാണ്. ലാൻഡ് ലോക്ക്ഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിനും പല പല കൺട്രീസ് കൊണ്ട് ബോർഡർ ഷെയർ ചെയ്യുന്നൊരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യയിലാണെങ്കിൽ പലയിടത്തും നമുക്ക് കടലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കസാക്കിസ്ഥാൻ്റെ യാതൊരു ഭാഗത്തും കടലും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ കൂടെ കസാക്കിസ്ഥാനിൽ ജലശേഖരം എന്ന് പറയാനായിട്ട് ഒരു ലേക്ക് മാത്രമാണ് ഉള്ളത്. അതുകൂടാതെ ഇവർക്ക് ഫ്രഷ് വാട്ടറിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറല്ല സീ അല്ലെങ്കിൽ കടൽ കാണണമെങ്കിൽ ഒരു 2 രാജ്യം അപ്പുറത്തേക്ക് കടന്നു പോയാലാണ് കടൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കസാക്കിസ്ഥാനിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ട് ഈ സാധനം വാങ്ങിച്ചത്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്നാലും ഏറ്റവും വില കുറഞ്ഞതും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അത് പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിലെത്തി ഞങ്ങൾ അത് പൊളിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ചെറിയൊരു കേക്ക് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ക്രീം വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ചായക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചു. ഒരെണ്ണം കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി സാധനമായിരുന്നു. നമുക്കൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ കിട്ടിയ പോലെ തന്നെ കസാക്കിസ്ഥാന് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അവരെ ഒരു രാജ്യമായിട്ട് അവർ അംഗീകരിക്കപ്പെട്ടത് 1990-ലാണ്. അപ്പോൾ ഇവർ ഒരു റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇവർക്ക് ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തം ഗവർണൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത് 1990-ലാണ്.